ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ കോൺഗ്രസ് ജനുവരി 20-ന് നിയമസഭാ മാർച്ച് നടത്തും. ശബരിമല തൊഴിലുറപ്പ് പദ്ധതി വിഷയങ്ങൾ ഉന്നയിച്ച് ജനുവരിയിൽ തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം നടത്തും. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി പ്രക്ഷോഭം ജനുവരി 19-ന് കൊച്ചിയിൽ നടത്താനും തീരുമാനം. നേതൃ ക്യാമ്പിൽ കോൺഗ്രസ് പ്രവർത്തന കാലണ്ടറും പ്രഖ്യാപിച്ചു. അസ്ലം തുടരുന്നുണ്ട്. അസ്ലം, ഈ വാർത്തകളുടെ വിശദാംശം എന്താണ്? അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരിയിലെ ആദ്യം നടക്കേണ്ട ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കേണ്ട കൃത്യമായ പരിപാടികൾ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പ്രവർത്തന കലണ്ടർ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു മഹാപഞ്ചായത്താണ്. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൊച്ചിയിൽ ജനുവരി 17-ാം തീയതി വലിയൊരു പരിപാടി നടക്കും. പിന്നെ മഹാപഞ്ചായത്ത് എന്ന പേരിലാണ്. അതിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതോടൊപ്പം തന്നെ ജനുവരി 13, 14 തീയതികളിലാണ് തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം നടക്കുക. തൊഴിലുറപ്പ് പദ്ധതി, ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നേറിച്ച് ഉണ്ടായിരിക്കും ആ പരിപാടികൾ നടത്തുക. ഫെബ്രുവരിയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ സംസ്ഥാന ജാഥ നടക്കുന്നത്. ജനുവരി 19-നാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന കൊച്ചിയിലെ പരിപാടിയുള്ളത്. ജനുവരി 10-ന് മുമ്പ് ബൂത്ത് തലത്തിൽ നിശാ ക്യാമ്പുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ബൂത്ത് പ്രസിഡന്റുമാരെ മറ്റുമൊക്കെ സംഘടിപ്പിച്ചുള്ള 15-നും 16-നും പരിപാടികൾ ഉണ്ടാവാം. ആ അർത്ഥത്തിൽ ശബരിമല വിഷയത്തിലേക്ക് നിയമസഭാ മാർച്ച് ജനുവരി 23-നാണ് തീരുമാനിച്ചിരിക്കുന്നത്. 13-ന് ജില്ലാ കേന്ദ്രങ്ങളിലും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഓരോ ദിവസങ്ങളും ജനുവരിയിലും ഫെബ്രുവരിയിലും പൂർണ്ണമായി തന്നെ ഒരു സംഘടനാ കലണ്ടർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് തീരുമാനിച്ച ദിവസം തന്നെ നടത്തണമെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് അവസാന സമാപന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു തരത്തിലുള്ള ഒരു പരിപാടികൾ മാറ്റിവെക്കാതെ അദ്ദേഹം ഉദാഹരണം തന്നെ പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, അതല്ല AICC സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തന്നെ അവരുടെ വീടുകൾ വിട്ട് കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ അവരെ ചുമതലയേൽപ്പിച്ച കേരളത്തിലെ സർക്കാരിനെ UDF സർക്കാരിനെ തിരിച്ച് അധികാരത്തിലെ UDF എത്തിക്കൊണ്ടു എന്ന ദൗത്യത്തിന് വേണ്ടി അവർ വീട് വിട്ട് കേരളത്തിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചോളം ഇനി വീട്ടിലേക്ക് അല്ലെങ്കിൽ വിശ്രമത്തിന് അവസരമില്ല. ഈ തെരഞ്ഞെടുപ്പ് വരെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ UDF അധികാരത്തിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനാവശ്യമായ ജനവികാരമുണ്ട്, ജനങ്ങളുടെ ആവശ്യമാണ് എന്നുകൂടി പറയുന്നുണ്ട്. ആ അർത്ഥത്തിലുള്ള ശബരിമല പ്രക്ഷോഭം ശക്തമാക്കും. തൊഴിലുറപ്പ് പദ്ധതിയുള്ള പ്രക്ഷോഭത്തിലൂടെ കേന്ദ്ര സർക്കാരിനെതിരായ വികാരം കൃത്യമായി തന്നെ ഞാനൊന്ന് ഇടപെട്ടിട്ട് ഒരു കാര്യം കൂടി ഒന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ക്യാമ്പിൽ ശശി തരൂർ സജീവമായി തന്നെ പങ്കെടുത്തു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ശശി തരൂർ നേതൃത്വവുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പല ലേഖനങ്ങളും പ്രസ്താവനകളും ഒക്കെ തന്നെയും നേതൃത്വത്തെ വലിയ തലത്തിൽ വെട്ടിലാക്കുന്നത് തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് സജീവമായി ഈ നേതൃ ക്യാമ്പിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അതൊരു മഞ്ഞുരുക്കമായി നമുക്ക് കാണാൻ കഴിയില്ലേ? ശശി തരൂർ നേരത്തെ കുറച്ചു നാളായി ദേശീയ നേതൃത്വം ഉൾപ്പെടെയുള്ള കോൺഗ്രസുമായി തെറ്റി നിൽക്കുകയാണ്. മാത്രമേ അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും മോദിയെയും അതോടൊപ്പം തന്നെ BJP ഗവൺമെന്റിനെയും പുകഴ്ത്തുന്ന രീതിയിലായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെയും ദേശീയ നേതൃത്വം വിമർശിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള ആൾക്കാർ ശശി തരൂരിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നത്തെ ക്യാമ്പിലുണ്ടായ അല്ലെങ്കിൽ ബത്തേരി ക്യാമ്പിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് തരൂർ കഴിഞ്ഞ ക്യാമ്പിൽ ആദ്യ ദിവസം എത്തുകയും പൂർണ്ണമായി തന്നെ ക്യാമ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളും KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് കണക്ക് തന്നെ എല്ലാ നേതാക്കളുമായി വളരെ സജീവമായി തന്നെ കാര്യങ്ങൾ സംസാരിക്കുകയും ഒരു അകൽച്ച മാറ്റി നിൽക്കുന്ന രീതിയിലേക്ക് നടപടിയും ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് KC വേണുഗോപാലിനോടും രമേശ് ചെന്നിത്തലയോടൊക്കെ തന്നെ ചോദിച്ചു. അദ്ദേഹം KC വേണുഗോപാൽ കൃത്യമായി തന്നെ പറഞ്ഞു, ശശി തരൂർ പാർട്ടി ലൈനൊപ്പം വന്നിട്ടുണ്ട്, അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നേരത്തെ അദ്ദേഹം പല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ തന്നെ പാർട്ടി അദ്ദേഹത്തെ തിരുത്താനും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ സജീവമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന പ്രവർത്തക സമിതിയിലും അദ്ദേഹം പങ്കെടുത്തു. സജീവമായി തന്നെ ചർച്ചകൾ ഇടപെട്ടു. ഇപ്പോൾ ഈ ക്യാമ്പിൽ സജീവമായി പങ്കെടുക്കുന്നു. എന്തായാലും അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട്. അതിനുള്ള സന്തോഷമാണ് അത് പങ്കുവയ്ക്കുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞു പാർട്ടി തരൂരുമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. ശശി തരൂർ വീണ്ടും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു. സജീവമായി തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും സജീവമായി മുന്നോട്ട് പോകും. നേരത്തെ അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലുണ്ടായിരുന്ന BJPയോടുള്ള ഒരു മമത, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള എതിർപ്പ് മാറ്റിവെച്ച് വന്നിരിക്കുന്നു എന്നതുകൂടി ഈ ഒരു ക്യാമ്പിന്റെ ഒരു ഔട്ട്കമായി നമ്മൾ കാണണം. എന്തായാലും അത്തരം ഒരു നീക്കം കൂടി, അത്തരം ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഗുണകരമായ ഒരു കാര്യം കൂടി ഈ ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്.